എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാംഗോ മെഡോസ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. മാംഗോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്ക് കോട്ടയത്തെ കടുത്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മാംഗോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്ക് 30 ഏക്കർ വിസ്തൃതിയിലുള്ള പച്ചപ്പ് വ്യാപിച്ചു കിടക്കുന്ന ഒരു സവിശേഷ ഇക്കോ ടൂറിസം കേന്ദ്രമാണ്. പരമ്പരാഗത രീതിയിലുള്ള ആധുനിക വിനോദ സൗകര്യങ്ങളും പരമ്പരാഗത കൃഷി രീതികളും സമന്വയിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർഷിക തീം പാർക്കുകളിൽ ഒന്നായി ഇത് അംഗീകരിക്കുന്നു. അപൂർവ ഔഷധസസ്യങ്ങൾ, ഫലവൃക്ഷങ്ങൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ 4800-ലധികം ഇനം സസ്യങ്ങൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ഈ പാർക്ക് ഉദ്യാനങ്ങൾ, അക്വേറിയങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സന്ദർശകർക്ക് മത്സ്യബന്ധനം, ബോട്ടിങ്, സൈക്ലിങ് എന്നിവ ഉൾപ്പെടെ നിരവധി ആക്ടിവിറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട്. പരമ്പരാഗത കേരള രീതിയിലുള്ള കോട്ടേജുകൾ, ഈ ഇൻഹൗസ് റെസ്റ്റോറൻറ്റുകൾ, പ്രാദേശിക ഭക്ഷണ വിഭവങ്ങൾ എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും ധാരാളമുണ്ട്. ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് വന്നാലും നമുക്ക് സമയം പോകുന്നത് അറിയില്ല. മീനോട്ട് പാലം, 30-അധികം ആക്ടിവിറ്റികൾ ഇവിടെ നമുക്കുണ്ട്. മീനോട്ട് പാലം തന്നെ അവിടെ നിന്നാൽ തന്നെ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. എന്താ രസമാണ് കാണാനായിട്ട്. മീനുകൾക്ക് ആഹാരവും കൊടുത്ത് അവ വരുന്നതും ആ ആഹാരം കഴിക്കുന്നതൊക്കെ ആ വെയിലത്ത് നോക്കി നിന്നാൽ പോലും നമുക്ക് ഒരു ചൂടും അനുഭവപ്പെടുകയില്ല. ഈ ചൂട് സമയത്ത് പോയാൽ എനിക്ക് ഇതൊന്നും അനുഭവപ്പെട്ടില്ല. അതുപോലെ ആ ഔഷധ സസ്യങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ആ വൃക്ഷങ്ങളുടെ പേരുകളൊക്കെ വായിച്ച് അവയെക്കുറിച്ചൊക്കെ അറിഞ്ഞ് അങ്ങനെ നമുക്ക് നടന്നു പോകാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു ദിവസത്തെ തന്നെ സമയം ചിലവഴിക്കാനായിട്ട് നമുക്ക് പോരെന്ന് തോന്നും. എനിക്ക് അവിടെ താമസിക്കുകയും നമുക്ക് ചെയ്യാവുന്നതാണ്. കുട്ടികളെയും കൊണ്ട് വരുവാണെങ്കിൽ അവർക്കുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ളത് കൊണ്ട് സമയം പോകുന്നത് അറിയില്ല. ധാരാളം കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. കുട്ടികൾക്കും സമയം പോകും. കുടുംബത്തോടൊപ്പം നമുക്ക് ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ബോട്ടിങ്, മീൻപിടുത്തം ഇതൊക്കെ നമുക്കുണ്ട്. നമുക്ക് അതുപോലെ കയർ നിർമ്മാണം, ഇപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് എവിടെ നമുക്ക് സാധിക്കും? ഇത്രയും അടുത്തിൽ ഇതൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. മൺപാത്ര നിർമ്മാണം എന്ത് രസമാണ് കാണാനായിട്ട്. അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ കണ്ട് മനസ്സിലാക്കാനായിട്ട്. നല്ല കൃഷി, പച്ചക്കറികൾ, നിരവധി പച്ചക്കറിത്തോട്ടം, പച്ചക്കറികൾ കാണാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. നക്ഷത്ര ഉദ്യാനമുണ്ട്, നക്ഷത്ര വൃക്ഷങ്ങൾ. നമുക്ക് നമ്മുടെ നക്ഷത്ര വൃക്ഷങ്ങളെ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അങ്ങനെ കുറേ അധികം കാര്യങ്ങളിവിടെ മനസ്സിലാക്കാനുണ്ട്. എനിക്കവിടുത്തെ ആ വൃക്ഷങ്ങൾ, അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ശുദ്ധവായു ശ്വസിച്ച് നടക്കുമ്പോൾ ഒരു ചൂടും ഒരു ക്ഷീണവും നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതോടൊപ്പം നമുക്ക് ഭക്ഷണവും ഉണ്ടല്ലോ. നമുക്ക് അതിനകത്ത് കയറിയാൽ നമുക്ക് ഒരു 5 മണി വരെ അവിടെ സമയം ചിലവഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കുട്ടവഞ്ചിയുണ്ട്, അതിൽ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് അവിടെ. ഇതെല്ലാം നമുക്ക് ആസ്വദിച്ച് നമ്മുടെ ഒരു ദിവസം അവിടെ ചിലവഴിക്കാനായിട്ട് കഴിയും. ഫുഡും കഴിക്കാം. അങ്ങനെ എല്ലാവരും പോകുക. എനിക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഒത്തിരി നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇവിടെ മാംഗോ മെഡോസിൽ പോകാനായിട്ട് സാധിച്ചത്. അങ്ങനെ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോട്ടയത്ത് തന്നെയാണെങ്കിലും നമുക്ക് അതിനുള്ള അവസരം ഇപ്പോഴാണ് വന്നത്. ഇനിയും ഒന്നുകൂടി പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാം ഒന്നും കാണാനായിട്ടുള്ള അവസരം നമുക്ക് പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരു ദിവസം കൂടെ പോയി എല്ലാം ഒന്ന് കണ്ട് നമുക്ക് പച്ചക്കറികൾ കിട്ടും. അവിടുന്ന് നല്ല പച്ചക്കറികൾ വാങ്ങാൻ പറ്റും. അങ്ങനെ എല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്നുകൂടെ പോരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോവുക, ഈ ഒരു സൗകര്യം ആസ്വദിക്കുക. ഓക്കെ.